ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സീസണിന്റെ ഒരു ഭാഗ്യക്കേട്, നല്ലപോലെ ഗെയിം കളിച്ച് കോണ്ടന്റും കൊടുത്ത് ചർച്ചാ വിഷയമായിട്ടുള്ള മത്സരാർത്ഥികൾ എല്ലാവരും പുറത്ത്, ഒരു കുന്തവും ചെയ്യാതെ വായും പൂട്ടി ബെഡിലും ബീംബാഗിലും സോഫയിലും വരുന്നവര് ടോപ്പ് 5-ല്. ഒരു സീസണിലും കാണാത്ത ഭാഗ്യക്കേടാണ് കേട്ടോ ഈ സീസണില്. തുടക്കം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങണം. രതീഷ്, റോക്കി, സിജോ, സിബിന്, ഗബ്രി, അപ്സര, നോറ, പൂജ, അൻസിബ, എത്ര പേരാണ്! എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പേരുകളുണ്ട് പറഞ്ഞു തുടങ്ങിയാൽ. റസ്മിനൊക്കെ നെഗറ്റീവ് ഗെയിമർ ആയിരുന്നു, നല്ലപോലെ നെഗറ്റീവ് കളിച്ചിട്ട് തന്നെയാണ് ഔട്ടായത്. ഗബ്രി ഒക്കെ കിടിലൻ പ്ലെയർ ആയിരുന്നു, പുള്ളിക്കൊക്കെ ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റുമായിരുന്നു. കോംബോ കാരണം ആണ് പുള്ളിക്കും പണി കിട്ടിയത്. പിന്നെ അതുപോലെ അങ്ങനെ പറയാനാണെങ്കിൽ എത്ര പേരാണ് പറയാനുള്ളത്. മികച്ച രീതിയിൽ ഗെയിം കളിച്ചിട്ടും ഔട്ട് ആവേണ്ടി വരുന്ന ഒരു ഗതികേട് അത് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രേവതി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കറക്റ്റ് ആണല്ലോ, എത്ര പേരാണ്. ഋഷി, അഭിഷേക്, അർജുനൊക്കെ സ്ക്രാച്ച് ആൻഡ് വിൻ ആണെന്നല്ലാതെ ഒന്നും പറയാനില്ല. നോറയും സിജോയും ഒക്കെ നിൽക്കേണ്ട പൊസിഷൻസിലാണ്. കിടിലൻ ഗെയിമർ ആയിരുന്നു നോറയൊക്കെ, ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു. സിജോയൊക്കെ എന്തിനാണ് പിടിച്ച് പുറത്താക്കിയതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. തിരിച്ച് ലൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റീ എൻട്രീസ് ആയിരുന്നു. ആദ്യം നോറ, പിന്നെ നന്ദന ആൻഡ് ബ്രദേഴ്സ്, ഇനി ശ്രീതു വരാനുണ്ട്. ശ്രീതുവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആയി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.